അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗ്രോ ബാഗ് എങ്ങനെ നിറയ്ക്കുക എന്നുള്ളതാണ്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വീട്ടിൽ ഗ്രോ ബാഗ് എങ്ങനെ നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ മണ്ണും ചാണകവും എല്ലുപൊടിയും ഒക്കെ എടുത്ത് മിശ്രിതമാക്കി വെച്ചതാണിത്. നല്ലപോലെ ഇളക്കണം കേട്ടോ. എല്ലും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് എല്ലാം ഇട്ടിട്ട് ഇതേപോലെ നല്ലതുപോലെ കുഴച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഇതേപോലെ തയ്യാറാക്കിയ ശേഷം ഇതേപോലത്തെ കരിയില കിട്ടും. ഈ കരിയില ഈ ഗ്രോ ബാഗിൻ്റെ അടിയിലേക്ക് ഇടുക. അപ്പോൾ ഇതെന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് മണ്ണിൻ്റെ അളവ് കുറയ്ക്കാനും പറ്റും. അതേപോലെ പിന്നീട് ഈ കരിയില ചീഞ്ഞ് ഇവിടെ ഇതിൽ നടുന്ന ഇത് സസ്യങ്ങൾക്ക് ഒരു വളമായി മാറാനും കഴിയും. അപ്പം അങ്ങനെ നമ്മൾ കരിയില ഇട്ടിട്ടുണ്ട്. അപ്പോൾ കരിയിലയാണ് ഈ അടിയിൽ ഏറ്റവും അടിയിലിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് മണ്ണിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇതിനകത്ത് എന്ത് വിത്താണ് നടുന്നത് അതിനുള്ള വളം അടിയിൽ കരിയില ചീഞ്ഞതിന് ശേഷം വളമായി വരും. അപ്പോൾ നമ്മൾ കരിയില ഇട്ടു. കരിയിലിട്ടതിന് ശേഷം ഇത് ആട്ടിൻ കാഷ്ടം, അതേപോലെ എല്ലുപൊടി, ചാണകം, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം ഇട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന മണ്ണാണ്. ഈ മണ്ണ് എന്തൊക്കെ കുറച്ച് നമ്മൾ ഇതിലേക്ക് നിറച്ച് കൊടുക്കും. ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, ആട്ടിൻ കാഷ്ടം, എല്ലുപൊടി ഇതെല്ലാം ചേർത്ത മണ്ണ് ഇതിലേക്ക് ആവശ്യത്തിന് നിറയ്ക്കുക. അപ്പം ഒരു പകുതിയോളം നിറച്ചാൽ മതിയായിരിക്കും. അത്യാവശ്യത്തിന് ഒരു പകുതിയോളം നിറച്ചാൽ മതിയായിരിക്കും. പിന്നീട് നമ്മൾ ഈ തൈ വലുതായി വരുന്നതിനനുസരിച്ച് വീണ്ടും മണ്ണിട്ട് കൊടുക്കുകയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. അത് അത്യാവശ്യമായിട്ടുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം എല്ലാ വളങ്ങളും ചേർത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്നുണ്ട്. ഈ മണ്ണെല്ലാം നമ്മളിതിലേക്ക് നിറയ്ക്കുക. അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട്. ഇത് നോക്ക്, കണ്ടോ? ഇതിൻ്റെ അടിയിൽ കരിയിലയുണ്ട്. പിന്നെ കൂടാതെ മണ്ണിനകത്ത് ആട്ടിൻ കാഷ്ടം, പിന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം, അങ്ങനെ 4-5 വളങ്ങളിട്ടാണ് ഈ മണ്ണ് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നീട് നമ്മളിങ്ങനെ നിറച്ചതിന് ശേഷം ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് മുമ്പ് നിറച്ച് വെച്ച ഗ്രോ ബാഗാണ്. അപ്പോൾ അതിനകത്ത് വെച്ച തൈകളാണിത്. ഇത് കുഞ്ഞായിരുന്നപ്പോൾ വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വലിപ്പം വെച്ച് അതുപോലെ ഓരോ കൊട്ടയ്ക്കകത്തും ഓരോ വീതമാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പം പലതും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ ഗ്രോ ബാഗാണിത്. ഇതേപോലെ നിറച്ച ഗ്രോ ബാഗാണ്. അപ്പോൾ ഇതാണിപ്പം ഞങ്ങൾ വിത്ത് നട്ട് ഇതേപോലെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചീരയാണ്, ചീരത്തൈകൾ വെച്ചതാണ്. അപ്പോൾ ചീരത്തൈകൾ നമ്മൾ ആകെ കുറച്ചേ വെച്ചിരുന്നുള്ളൂ, വിത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വിത്ത് വാങ്ങിയിട്ട് ഇപ്പോൾ പാകി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിനകത്തൊക്കെ ഇങ്ങനെ വിത്ത് കണ്ടോ പാകി വെച്ചിട്ടുണ്ട്. ഇതിനകത്തുണ്ട്, ഇതൊക്കെ കണ്ടോ, ഇതിനകത്തൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ തൈകളായി വരുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നീട് നമ്മളിത് വലുപ്പം വെക്കുന്നതിനനുസരിച്ച് മാറ്റി നടും. ഓരോ ഗ്രോ ബാഗിലേക്ക് മാറ്റി നടും. അപ്പോൾ ഗ്രോ ബാഗ് ഇങ്ങനെ നിറച്ചിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീരത്തൈകൾ വലുതായി വരുമ്പോൾ ഇതിലേക്ക് മാറ്റി നടാൻ വേണ്ടി